താരിഫ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇന്ത്യ-യുഎസ് ബന്ധത്തിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചതായി ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോർ ആ ദിവസം പ്രഖ്യാപിച്ചു. ആ കോളിന് തൊട്ടുപിന്നാലെ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ താൻ സമ്മതിച്ചതായി മിസ്റ്റർ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുവാനും അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കൂടുതൽ വാങ്ങുവാനും സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ബാർമർ ജില്ലയിലെ ജനപാലിയ എന്ന നിദ്രാവിഹീന ഗ്രാമത്തിലെ ബിജെപി പ്രവർത്തകനായ സുഭാൻ ഖാൻ ഫോം 7 വഴി സംസ്ഥാന വോട്ടർ പട്ടികയിൽ നിന്ന് തന്റെ പേര് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ബൂത്ത് ലെവൽ ഓഫീസർ അറിയിച്ചപ്പോൾ സ്തബ്ധനായിപ്പോയി. ഈ ഗ്രാമത്തിലും ജില്ലയിലെ മറ്റ് ചില ഗ്രാമങ്ങളിലും ഇത്തരം 100 കണക്കിന് ഫോമുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫോം 7 അപേക്ഷകൾ കൂട്ടത്തോടെ സമർപ്പിച്ചതായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിൽ നിരവധി വോട്ടർമാർ തങ്ങളുടെ പേരുകൾ, ഫോൺ നമ്പർ, വോട്ടറുടെ ഫോട്ടോ, ഐഡന്റിറ്റി കാർഡ് നമ്പറുകൾ ദുരുപയോഗം ചെയ്തതായും തെറ്റായ ക്ലെയിമുകൾ ഫയൽ ചെയ്യുന്നതിനായി വ്യാജ ഒപ്പുകൾ നിർമ്മിച്ചതായും അവകാശപ്പെട്ടു. ലണ്ടനിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പറന്ന ബോയിംഗ് 787 വിമാനത്തിൽ ഇന്ധന സ്വിച്ച് തകരാറുണ്ടെന്ന് ഒരു എയർ ഇന്ത്യ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് വിമാനം നിലത്തിറക്കിയതായും വിഷയം പരിശോധിച്ചു വരികയാണെന്നും എയർലൈൻ അറിയിച്ചു.